ഹായ് ഓൾ. ഇന്ന് ക്രിസ്മസ് വെക്കേഷന്റെ സെക്കൻഡ് ഡേ. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പെഡിക്യൂർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളുടെ പാദ സംരക്ഷണം ചെയ്യാൻ പോവാണ് ഇന്ന് സെക്കൻഡ് ഡേ ആയിട്ട്. ഓക്കെ, ഹായ് ഓൾ. സിപ്പിനെസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ക്രിസ്മസ് വെക്കേഷൻ്റെ രണ്ടാമത്തെ ഡേ ആണ്. രണ്ടാമത്തെ ഡേ നമ്മൾ സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഫീഡ് കെയർ ആണ് കേട്ടോ. അതായത് കുഞ്ഞുങ്ങളുടെ ബോഡിയെ പറ്റി കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടതും അത് അവർ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് അതിനകത്തൊരു ശ്രദ്ധ കുഞ്ഞിലേ തന്നെ വരും. ഫ്യൂച്ചറിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. സെൽഫ് കെയർ എന്ന് പറയുന്നത് ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിച്ച് നമ്മൾ ബ്യൂട്ടിഫുൾ ആകുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. സെൽഫ് കെയർ എന്ന് പറയുന്നത് ഹൈജീൻ്റെ ഒരു ഭാഗമാണ്. നമ്മളെ വൃത്തിയായി സൂക്ഷിക്കുക എന്നാണ് അതിനർത്ഥം. അപ്പോൾ കുഞ്ഞുങ്ങളെ വൃത്തിയായി സൂക്ഷിക്കാൻ എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. അവരുടെ മുഖം, അവരുടെ കൈകൾ, അവരുടെ കാല്, അങ്ങനെ അവരുടെ തലമുടി, അതെല്ലാം അവർ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പഠിക്കണം. പിന്നെ നമ്മൾ പണ്ട് മുതലേ കേട്ട് പരിചയമുള്ള ഒരു കാര്യമാണ്, ഒരാളുടെ വൃത്തി മനസ്സിലാക്കണമെങ്കിൽ അവരുടെ കാലുകൾ നോക്കിയാൽ മതി എന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ പാദ സംരക്ഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാലുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മളിത് വീട്ടിൽ ചെയ്യുമ്പോൾ വേറൊരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞിൻ്റെ ഫുൾ അറ്റൻഷനും നമ്മുടെ ഫുൾ അറ്റൻഷനും ഈ ചെയ്യുന്ന കാര്യത്തിലായിരിക്കും. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും കുഞ്ഞത് വളരെ ശ്രദ്ധയോടെ കേൾക്കും. കുഞ്ഞിൻ്റേതായ കുറേ സംശയങ്ങൾ നമ്മളോട് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ടൈമും കൂടിയാണിത്. ഈ സമയത്ത് നമുക്ക് സംസാരിക്കാനായിട്ട് കിട്ടും. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ സിമ്പിളായിട്ടൊരു ഫീഡ് കെയർ ആയിട്ടോ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഉദ്ദേശം എന്താണ്, കുഞ്ഞിനെ സെൽഫ് കെയർ പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുക, ഈ കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അതിനായിട്ട് ഞാൻ ചെയ്തതെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറു ചൂടുവെള്ളം, അതിൽ കുറച്ച് ഉപ്പും ഷാമ്പുവും, ബേബി ഷാമ്പൂ ഇട്ട് കാലൊരു 10 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ഞാൻ ബ്രഷിൽ കുറച്ച് ഷാമ്പൂ, ബേബി ഷാമ്പൂ എടുത്ത് തന്നെ നെയിൽസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. നെയിൽസ് പിന്നെ ട്രിം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. 2 ഡേയ്സ് മുന്നേ ട്രിം ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ട് നെയിൽസ് ട്രിം ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാനൊരു പിമിക് സ്റ്റോൺ എടുത്തിട്ട് ജസ്റ്റ് കാലിൻ്റെ അടിഭാഗത്ത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു. അത് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട്. അതിനുശേഷം ഞാൻ ആ വെള്ളം മാറ്റി കാല് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാക്ക് ഇട്ടതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ബേബി ക്രീം ഇട്ട് കൊടുത്തു. ഇത്രയും നേരം വെള്ളത്തിലിരുന്നല്ല, അപ്പോൾ കാലിച്ചിരി ഡ്രൈ ആവും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ബേബി ക്രീം ഇട്ട് കൊടുത്തിട്ട് ആളോടൊരു ഇഷ്ടമുള്ള നെയിൽ പോളിഷ് ചൂസ് ചെയ്യാൻ പറയാൻ. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല കേട്ടോ. ആൾക്ക് നെയിൽ പോളിഷ് ഇടണം എന്ന് പറഞ്ഞതുകൊണ്ട് നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ എൻഗേജ്ഡ് ആക്കി ഇരുത്തുമ്പോൾ ശരിക്കും അവരും ഹാപ്പി ആവും. പിന്നെ നമ്മുടെ അറ്റൻഷൻ കിട്ടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷമാവും. സ്ക്രീൻ ടൈം കുറച്ച് കുറഞ്ഞു കിട്ടും. അവരുടെ ഇൻവോൾവ്മെൻറ്റ് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാവും. സെൽഫ് കെയർ എന്നല്ല, നമുക്ക് വെക്കേഷൻ ടൈം പലതരം കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് പലതരം ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് സെൽഫ് കെയർ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും അവരുടെ ലൈഫിൽ അവർക്ക് വേണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സീരീസാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡേ 3 പുതിയൊരു സെൽഫ് കെയർ വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. താങ്ക് യു സോ മച്ച്. ബൈ.